Hi, this is part 14 of Making Lived Experiences Matter. കഴിഞ്ഞ സെഷനിൽ ടെർമിനോളജീസിൽ നമ്മൾ പെട്ടുപോകരുതെന്നുള്ളത് പറഞ്ഞു. വേറെ നമുക്ക് ഒരാളെ ലേബൽ ചെയ്ത് കഴിഞ്ഞിട്ടോ അതോ നമ്മളെ തന്നെ ഒരു ലേബൽ ചെയ്ത് കഴിഞ്ഞിട്ടോ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനൊരു എന്ത് സ്കിൽസാണ് നമുക്ക് വേണ്ടുന്നത്, ഏത് സ്കിൽസാണ് നമ്മളിപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്, എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം വേണം, എന്തൊക്കെ നോളജ് ആയിരിക്കും നമുക്ക് വേണ്ടത്, ഇതൊന്നും നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഈ ലേബലുകൾ കൊണ്ട് അർത്ഥമില്ല, അല്ലെങ്കിൽ ഈ ടെർമിനോളജീസ് കൊണ്ട് അർത്ഥമില്ല എന്നായിരുന്നു പറഞ്ഞു തന്നത്. പക്ഷേ ഈ ടെർമിനോളജീസ് കൊണ്ട് നമുക്കൊരർത്ഥം കിട്ടുകയാണ്, കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. സോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം ഹൗ ദീസ് ഡയഗ്നോസ്റ്റിക് മോഡൽ വർക്ക്സ്. അപ്പം ഞാൻ ആ മോഡലിൽ അല്ല വർക്ക് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് റിയലി ഡിഡ് മേക്ക് സെൻസ് ടു മീ. ബിക്കോസ് അത് കൂടുതലും ഈ ലേബൽ കൊണ്ട് വരുന്ന ആൾക്കാർ വരുമ്പം ദേ ആർ വേ മോർ ദാൻ ദ ലേബിൾസ് എന്നാണ് ഓരോ തവണയും ഓരോ വ്യക്തികളെ മീറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നത്. ബോത്ത് മെൻ ആൻഡ് വിമൻ ആൻഡ് സർട്ടൻലി ചിൽഡ്രൻ ഓൾസോ. ബിക്കോസ് ചെറിയ പ്രായത്തിൽ തന്നെ ലേബലുമായിട്ട് വരുന്ന കുട്ടികളുണ്ട്. ബിക്കോസ് ദിസ് സ്റ്റേസ് വിത്ത് ദം ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നു കഴിഞ്ഞ സെഷൻ. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, we spoke about regulation, relation, reason, ഇതിലെവിടെയാണെന്ന് അറിയണം, സോ നമ്മളുടെ നെർവസ് സിസ്റ്റം, ബോഡി, സോ അതൊക്കെ പറഞ്ഞു. സോ അപ്പോൾ അതിലൊരു കമൻറ്റ് അഗൈൻ, അഖില താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് ദി ആക്റ്റീവ്ലി എന്താ പറയുക കമൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് റിയലി ഹെൽപ്സ്. അപ്പോൾ അതിൽ ചോദിച്ച ഡൗട്ട് എനിക്ക് മനസ്സിലായത്, യു ആർ ടോക്കിംഗ് അബൌട്ട് ടു പീപ്പിൾ, മെയിൽ ഫീമെയിൽ അഗൈൻ. അതിൽ എനിക്ക് മനസ്സിലായത് ദാറ്റ് ദർ ഇസ് എ ഫ്രണ്ട്ഷിപ്പ്. ആദ്യം രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ബോത്ത് ആർ തിങ്കിങ് അലൈക്ക് ആസ് രണ്ടുപേരും ഫ്രണ്ട്സാണ്. രണ്ടുപേരുടെ വികാരങ്ങളും സെയിം ആണ്. ദേ ആർ തിങ്കിങ് ലൈക്ക് ദേ ആർ ഫ്രണ്ട്സ്. ഫീലിങ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. ദേ തിങ്കിങ് ഓൾസോ ഇൻ ലൈൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്പാനിയൻഷിപ്പാണ്. പക്ഷേ അതിൽ ഒരാൾ മറ്റേ ആളുടെ വിഷമം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലിസണിങ് നല്ലപോലെ ഉള്ളത് കാരണം വിതിൻ ദ ഫ്രണ്ട്ഷിപ്പ് അതിൽ ഒരാൾക്ക് മറ്റേ ആളുടെ അടുത്തുള്ള ഫീലിങ്സ് മാറി. വിച്ച് മീൻസ് നൗ ഐ എം മേക്കിംഗ് ഇറ്റ് ആസ് അൺറൊമാൻറ്റിക് ആസ് പോസിബിൾ ആൻഡ് ടോക്കിംഗ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് നെർവസ് സിസ്റ്റം. അപ്പം റെഗുലേഷൻ, റിലേഷൻ, റീസൺ എന്ന് പറയുമ്പം തുടക്കം റീസണിങ് ബ്രെയിനിൽ ആദ്യം ഇവർ രണ്ടുപേരും തിങ്കിങ് എന്ന് പറയുമ്പോഴാണ് റീസണിങ് ബ്രെയിൻ. തിങ്കിങ് സെയിം ആയിരുന്നു, ഫീലിങ്സും ഫ്രണ്ട്ഷിപ്പ്. തിങ്കിങ് ഇസ് ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് വാസ് ഗോയിങ് ഓൾ അലൈൻഡ്, ഒരു പ്രശ്നമല്ല. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വികാരങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു സേഫ് സ്പേസ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം കറക്റ്റായിട്ട് പോകുന്നൊരു സമയത്ത് ഒരാൾക്ക് നടുക്കത്തെ ലെവൽ ഫീലിങ്സ് മാറി. ദ വൺ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫീലിംഗ് ലവ് വിച്ച് ഇസ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒരു ലവ്, അപ്പോൾ ചിന്തകളും അതനുസരിച്ച് മാറുമല്ലോ. ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ്, ഓക്കെ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയാലോ, അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് ആയാലോ, ഓർ ഈവൻ മാരേജിലേക്ക് പോകണോ. സോ ആ ചിന്തകൾ അവിടെ പതുക്കെ മാറിത്തുടങ്ങും. ഈ ഒരാളുടെ ഉള്ളിൽ ഈ ഡിഫറൻസസ് ഫ്രം വാട്ട് ദേ വേർ സ്റ്റാർട്ട്സ് ഹാപ്പനിങ്. ഓക്കെ, ഫോർ വാട്ട് എവർ റീസൺ എന്നുള്ളത് നമ്മൾ പോകുന്നില്ല. ബിക്കോസ് ഓക്കെ ദേ വെർ വെരി ലിസ്ണിങ് ആണ്, ഇഷ്ടം വന്നു. അതിനിപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് ഇഷ്ടം വന്നു എന്ന് വെച്ചാൽ ഇഷ്ടം വന്നു, ഫീലിങ്സ് മാറി, ഇറ്റ്സ് വാലിഡ്, അക്സെപ്റ്റഡ്. പക്ഷെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യത്യാസം വന്നത് നമ്മൾ ആദ്യം അവെയർ ആവണം, നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യണം, നമ്മളത് നമ്മളോട് തന്നെ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റിമെമ്പർ ദി ARCH, ബീയിങ് അവെയർ ദാറ്റ് ഓക്കെ എൻ്റെ ചിന്തകൾ ഈ ആളെക്കുറിച്ച് മാറി വരുന്നുണ്ട്, എൻ്റെ വികാരങ്ങൾ ഈ ആളെക്കുറിച്ച് മാറി വരുന്നുണ്ട്, ദ ഫീലിങ്സ് ദാറ്റ് മൈ ബോഡി ഹാസ് വെൻ ഇൻ പ്രസൻസ് ഓഫ് ദി അതർ പേഴ്സൺ മാറി വരുന്നുണ്ടെന്നുള്ള അവെയർനെസ് ആദ്യം നമുക്ക് വേണം. നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം, ഇതെന്താ ഇത് മാറ്റം വരാനുള്ള കാരണം എന്തായിരിക്കും, വാട്ട് കുഡ് ഇറ്റ് ബി. അതിലിപ്പോൾ ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന റീസൺ വാസ് ദാറ്റ് ഓക്കെ ഹീസ് ഭയങ്കര ഞാൻ പറയണതെല്ലാം ലിസൺ ചെയ്യുന്നുണ്ട്, എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്നുണ്ട്, മേ ബി സെവറൽ അതർ റീസൺസ്. ആസ് ലോങ് ആസ് യു ആർ ക്ലിയർ അബൌട്ട് ദ റീസൺസ്, ഗുഡ്. എന്നിട്ട് അപ്പോൾ റിഫ്ലക്റ്റും ചെയ്തു, നമുക്ക് അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടായി, യെസ് എനിക്കിത് തന്നെയാണ് തോന്നുന്നത് എന്ന് എനിക്ക് സ്വയമേ ഈ ക്ലാരിറ്റി അബൌട്ട് മൈ തോട്ട്സ്, മൈ ഫീലിങ്സ് ആൻഡ് വാട്ട് മൈ ബോഡി ഈസ് ടെല്ലിങ് മീ എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നെക്സ്റ്റ് തിങ് ഇസ് കമ്മ്യൂണിക്കേറ്റ്. എന്നോട് തന്നെ ആദ്യം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നൗ ഐ ഹാവ് ടു ചൂസ്
ഓക്കെ, നൗ ഇനി എന്ത് ചെയ്യും? എൻ്റെ ചിന്തകൾ ഇങ്ങനെയായി, വികാരം. ഞാൻ അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബിക്കോസ് മറ്റേ ആൾക്ക് അതല്ലെന്ന് എനിക്കറിയാം, എനിക്ക് മാറി എന്നുള്ളത് എനിക്കറിയാമെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഈ വ്യത്യാസം എനിക്ക് വന്നു എന്നുള്ളതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം വിൽ ബിക്കം മൈൻ. ദാറ്റ് ഈസ്, ഇഫ് ഐ ആം അവെയർ, ഐ ഹാവ് റിഫ്ലെക്റ്റഡ്, ഐ ഹാവ് ക്ലാരിറ്റി ആൻഡ് ഐ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ടു മൈ സെൽഫ് അബൌട്ട് ദിസ് ഡിഫറൻസസ്. ഞാൻ മറ്റേ ആളോട് പറഞ്ഞില്ല എങ്കിൽ എന്ത് പറ്റും? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ പതുക്കെ ഒരു ഡിസ്കണക്ഷൻ, അല്ലെങ്കിൽ ഒരു ഡിസ്അഗ്രിമെൻറ്റ്, പതുക്കെ ഡിസ്ഫങ്ഷണൽ, പിന്നെ ടോക്സിക്, മറ്റേത് മറിച്ച്, പിന്നെ അങ്ങ് കയറി എവിടേക്കെങ്കിലും ഒക്കെ പോകാൻ പറ്റും. ഓക്കെ, സോ ഇത് തുടക്കത്തിൽ അറിയുമ്പോൾ തന്നെ വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. സോ ദ ബോട്ടം ലൈൻ ഈസ്, നമ്മൾക്ക് ഈ എന്താ പറയുക, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആവണമെങ്കിൽ ആസ് അഡൾട്ട്സ് നമുക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളിലും ഇരിക്കാൻ പറ്റണം. വി നീഡ് ടു ബി ഏബിൾ ടു തിങ്ക് അബൌട്ട് വാട്ട് ആം ഐ തിങ്കിങ്. വി നീഡ് ടു സിറ്റ് ദർ. അത് ഇത്തിരി ഡിസ്കംഫർട്ടിങ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ എന്താ അങ്ങനെ വിചാരിക്കുന്നത്, ഇത് എൻ്റെ ഫ്രണ്ടല്ലേ, അവരങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. ദ മിനിറ്റ് വി സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് അവരുടെ ചിന്തകൾ, അവരുടെ വികാരങ്ങൾ, അവരെന്ത് വിചാരിക്കും, അവരെന്ത് ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ്. നമ്മളിൽ നിന്ന് മാറി നമ്മളെ വേറൊരാളിലേക്ക് അലൈൻ ചെയ്ത് അതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മളെപ്പോഴാണോ തുടങ്ങുന്നത്, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ടോക്സിക് റിലേഷൻഷിപ്പ്. അതായത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. ബിക്കോസ് ദേ ക്യാൻ തിങ്ക് എനിത്തിങ് ദേ വോണ്ട് ടു, ദേ ക്യാൻ ഫീൽ വാട്ട് എവർ ദേ വോണ്ട് ടു. അത് വാലിഡാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് വേറെ ആവാൻ പറ്റും, വാട്ട് ആർ വി തിങ്കിങ്. ഇത് വച്ചുകൊണ്ടിരുന്നു, സപ്പോസ് യു കമ്മ്യൂണിക്കേറ്റ് ടു ദി അതർ പേഴ്സൺ, മറ്റേ ആൾക്ക് അത് പറഞ്ഞു, സി എനിക്കിങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടായി, ആൻഡ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വി നീഡ് ടു ഹാവ് ആബ്സല്യൂട്ട് ക്ലാരിറ്റി. ആ കമ്മ്യൂണിക്കേഷനിലാണ് ആദ്യം തന്നെ വി നീഡ് ടു ഓപ്പൺ അപ്പ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, സി എനിക്കിങ്ങനെ വന്നു, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഐ വോണ്ട് യു ടു ടെൽ മീ വാട്ട് ഈസ് ഇറ്റ്, ഡു യു ഫീൽ ദ സെയിം വേ, അതോ നമ്മൾ ഈ സെയിം ഫീലിങ്സിലാണോ, അതോ നമ്മൾ വ്യത്യാസമാണോ, ഇതുപോലെ അല്ലേ, ഓർ ഡസ് ദാറ്റ് പേഴ്സൺ നീഡ് മോർ ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്, വി ഡോണ്ട് നോ. ഇതെല്ലാം നമുക്ക് അറിഞ്ഞുകൂടാത്ത, ദാറ്റ് ഈസ് എ ബിഗ് ഐ ഡോണ്ട് നോയിലാണ് ഇപ്പം നമ്മളിരിക്കുന്നത്. ബിക്കോസ് അവരുടെ ചിന്തകളും വികാരങ്ങളും എന്തുമായിരിക്കും, അവരുടെ എന്താ പറയുക, വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമില്ല. പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് വി ക്യാൻ പ്രെഡിക്റ്റ്. ഓക്കെ, സപ്പോസ് നൗ വി ടെൽ ദി അതർ പേഴ്സൺ, എന്ത് റിയാക്ഷനും വരാം. ദേ ക്യാൻ സേ ദാറ്റ് the ideal reaction of course would be that എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഫീലിങ്സ്, ഞാനും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്, ഓക്കെ ലെറ്റ് us do, that is wonderful, very good, ഒരു പ്രശ്നമല്ല. അവിടെ ആബ്സല്യൂട്ട്ലി ഡിസഗ്രിമെൻറ്റും ഡിഫറൻസസ് ഓഫ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് വന്നു. ആ ആൾക്ക് സഡൻലി ആ ആളിത് കേട്ടു, ഉപ്സ്, അൺപ്രെഡിക്റ്റബിലിറ്റി, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ദിസ് ഇമോഷൻ, അയ്യോ ഷീ ടോൾ മീ ദിസ്, ഇനിയിപ്പോൾ എനിക്കറിയാൻ വയ്യ, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്നായി കഴിയുമ്പം ആ ആളുടെ ഐ ഡോണ്ട് നോ വിച്ച് ഇസ് ഹിസ് ആങ്സൈറ്റിയുടെ ഉത്തരവാദിത്തം ആർക്ക്? ആ ആൾക്കാണ്, ഈ പറഞ്ഞ ആൾക്കല്ല. അപ്പോൾ ആ ആൾക്ക് ആങ്സൈറ്റി വരുവാണ്, അവർക്കത് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയൂടാ. മറ്റേ ആളുടെ ചിന്തയും വികാരവും എൻ്റെ അടുത്ത് പറഞ്ഞു, നൗ എനിക്കൊരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഐ ഹാവ് ടു ചൂസ് വാട്ട് ഐ നീഡ് ടു സേ എന്ന് വരുമ്പം അവർക്ക് തിങ്ക് ചെയ്യാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും. സമയം വേണം എന്നുണ്ടെങ്കിൽ റിമെമ്പർ, സെൻസ് ഓഫ് ഏർജൻസിയിലേക്ക് പോയാൽ ഈ കേട്ടയാൾ ഈ അൺപ്രെഡിക്റ്റബിളായിട്ടിത് എനിക്കൊരാൾക്ക് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ഉപ്സ് അൺപ്രെഡിക്റ്റബിളായി ആങ്സൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചാടിപ്പിടിച്ച് ഓ യെസ് ഓഫ് കോഴ്സ് ഐ ഫീൽ ദ സെയിം വേ എന്ന് ചാടിക്കറി പറയാൻ പറ്റും, അല്ലെങ്കിൽ നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നും പറയാൻ പറ്റും. സോ ഇത് വി ഹാവ് ടു സ്ലോ ഡൗൺ. ദ അതർ പേഴ്സൺ ക്യാൻ റിയലി സ്ലോ ഡൗൺ ആൻഡ് ആസ്ക് ഫോർ ടൈം. ഓക്കെ, ഞാനിതിപ്പോൾ ഇങ്ങനെ കേൾക്കുന്നു പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, ക്യാൻ യു ഗിവ് മീ സം ടൈം ആൻഡ് ഐ വിൽ തിങ്ക് ആൻഡ് ഐ വിൽ റിവേർട്ട് എന്ന് പറഞ്ഞിട്ട് പോയാൽ വിച്ച് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഉടനെ ഇപ്പം ഈ പറഞ്ഞ ആൾ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യണത്
ഓഹോ എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഹീ ഡസ് നോട്ട് ലൈക്ക് മീ, ഹീ നീഡ്സ് ടു ടൈം ടു തിങ്ക് വെദർ ഹീ ലൈക്സ് മീ, സോ മേ ബി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാടുകയറി അവരുടെ ചിന്തകളും വികാരങ്ങളും ഒന്നും നമ്മളോട് പറഞ്ഞിട്ട് പോലുമില്ല. ഓൾ ദേ ആസ്ക്ഡ് ഇസ് സ്ലോ ഡൗൺ. പക്ഷെ നമുക്ക് അവിടെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇപ്പം തന്നെ അറിയണം, പറഞ്ഞേ പറ്റൂ. അറിഞ്ഞില്ലെങ്കിൽ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, അവരെന്താ പറയാൻ പോകുന്നതെന്നുള്ള അൺപ്രഡിക്റ്റബിലിറ്റിയിൽ നമുക്ക് നിൽക്കാൻ വയ്യ. ഇറ്റ് ബിക്കംസ് അവർ ആങ്സൈറ്റി, ദെൻ ദാറ്റ്സ് അവർ പ്രോബ്ലം. അത് നമ്മളുടെ ആങ്സൈറ്റി നമ്മൾ ഡീൽ ചെയ്തേ പറ്റൂ. ആ എനർജി റിലീസ് ചെയ്യാനും ആ ഡിസ്കംഫേർട്ടിൽ നിൽക്കാനും നമ്മുടെ നെർവസ് സിസ്റ്റം പഠിക്കണം. ബിക്കോസ് ദിസ് ഇസ് നോട്ട് അബൌട്ട് അസ്. ദേ ഹാവ് ആസ്ക്ഡ് ഫോർ ടൈം ആൻഡ് ദേ ഓഫ് കോഴ്സ് നീഡ് ദ ടൈം ടു തിങ്ക്. ആൻഡ് അവർ ഉടനെ യെസ് പറയണമെന്നുമില്ല, നോ പറയണമെന്നുമില്ല. ചിലപ്പോൾ മേ ബി എന്ന് പറയാം, എന്തും പറയാം അവർക്ക്. വി ഹാവ് നോ കൺട്രോൾ. ആൻഡ് ആർ വി പ്രിപ്പയർഡ് ഫോർ ഓൾ ദിസ്? ഇതെല്ലാം ഈ പോസിബിലിറ്റീസൊക്കെ ആലോചിച്ചിട്ടാണോ നമ്മൾ ചാടിപ്പോയി പറഞ്ഞതെന്നുള്ളത് ആദ്യം നമ്മൾ അവെയർ ആവണം. സോ ആ അൺപ്രഡിക്റ്റബിലിറ്റി വരുമ്പോൾ വി ക്യാൻ സിറ്റ് വിത്ത് ഇറ്റ് ആൻഡ് റെസ്പെക്റ്റ് ദാറ്റ് ദി അതർ പേഴ്സൺ നീഡ്സ് ടൈം. അവിടെ പല പല ഓപ്ഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മളിങ്ങനെ ആങ്ഷ്യസ് ആയിരിക്കും, ഇപ്പോൾ പറയും നാളെ പറയും. അവിടെ ഒരു ടൈം ലൈൻ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അവർ പറയാണ് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓ എനിക്കറിയില്ല, അല്ലെങ്കിൽ ദേ ഗേവ് എ വേഗ് ആൻസർ. പക്ഷെ അവരുടെ ഉത്തരം നമുക്ക് ആക്സെപ്റ്റബിൾ അല്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെയാണ് പോസിബിലിറ്റി? ഒന്നെങ്കിൽ അവർ നോ എന്ന് പറയാം. നൗ സപ്പോസ് സോ ദർ ഇസ് എൻ ഓപ്ഷൻ ഓഫ് ദം സെയിങ് നോ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഐ സെഡ് ഐ ലവ് സംബഡി ആൻഡ് ദേ സെഡ് നോ. ഉടനെ നമ്മൾ അവരെ ബ്ലെയിം ഷെയിം ചെയ്ത് അവരെ കുത്തിക്കൊല്ലുക, അവരുടെ മേത്തെ ആസിഡ് കോരി ഒഴിക്കുക. യു ഡോണ്ട് ഹാവ് ടു. നമ്മുടെ ആങ്സൈറ്റി വന്ന് നമുക്ക് സങ്കടം വന്നു, നമുക്ക് ദേഷ്യം വരുന്നു, ആൻഡ് വി ഗോ ക്രഷ് ദം. ഓർ അയ്യോ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, ഞാൻ ചാവാൻ പോവാന്ന് പറഞ്ഞ് നമ്മൾ പോയി ഓടിച്ചാവാൻ പോവുക. നൗ ദീസ് ആർ ഓൾ കംപ്ലീറ്റ് ഡിസ്റെഗുലേഷൻ വരുമ്പോഴാണ്, അതായത് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആലോചിച്ച്, ബിക്കോസ് ഇഫ് സംബഡി സേസ് നോ ടു മീ, ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് മീ. അത് അവരുടെ ചിന്തയും അവരുടെ വികാരവുമാണ്. ദാറ്റ് ദേ ഡോണ്ട് ലൈക്ക് മീ ആസ് എ റൊമാൻറ്റിക് പാർട്ട്ണർ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു യൂസ്ലെസ് ആണെന്നോ ഞാൻ ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെന്നോ അർത്ഥമില്ല. റൈറ്റ്? ദ കൺഫ്യൂഷൻ സ്റ്റാർട്ട്സ് വെൻ ഐ ബിലീവ് ദാറ്റ് ആ ആൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാനൊരു ഇഷ്ടപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഐ മേക്ക് ഇറ്റ് അബൌട്ട് മൈസെൽഫ് ആൻഡ് നോട്ട് അബൌട്ട് ദെയർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അവിടെ പോയി, അതായത് എൻ്റെ സെൽഫ് വർത്ത്, ഞാൻ ഒരു നല്ല വ്യക്തിയാണെന്നുള്ള എൻ്റെ ചിന്തയും എൻ്റെ വികാരവും മാറി അത് മറ്റൊരാളുടെ കയ്യിൽ കൊണ്ട് നമ്മൾ കൺട്രോൾ കൊടുത്തു. അതായത് നമ്മളിത് പറയുന്നിടം വരെ നമുക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ദാറ്റ് ഐ തിങ്ക് ഐ എം എ വണ്ടർഫുൾ ലവബിൾ പേഴ്സൺ, ഐ ഫീൽ വെരി ഗുഡ് അബൌട്ട് മൈസെൽഫ് എന്നൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഈ പോയി പറയുന്നത്. നമുക്കൊരു പ്രതീക്ഷയുണ്ട് അവരും അത് പറയുന്നത്. പക്ഷെ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ നമുക്ക് ക്ലിയർ ആയിരുന്നു. അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഉടനെ നമ്മളുടെ ചിന്തയും വികാരവും നമ്മളെക്കുറിച്ച് തന്നെ മാറിപ്പോയാൽ that is called codependency, which means your self-worth is now dependent on somebody else. അപ്പോൾ വേറെ ആരെങ്കിലും ആണ് നമ്മൾ നല്ലതാണോ നമ്മളെ ഇഷ്ടമല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് വേറെ ആരെങ്കിലും ആണോ? നോബഡി എൽസ്. പക്ഷേ ഓഫ് കോഴ്സ് ഈ കോഡിപ്പെൻഡൻസീസിൻ്റെ ഒറിജിൻസ് എവിടെ നിന്നാണ്? ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് ആസ് പേരൻസ് ഓൾ ഓഫ് അസ്, ഞാനും ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, ഉണ്ടാവും എന്നല്ല ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഐ എം അൺലേണിങ് ഓൾ മൈ പാറ്റേൺസ്. ഞാനും ഒരുപാട് കേട്ടിട്ടുമുണ്ട് ഇൻ മൈ ചൈൽഡ്ഹുഡ് വേർ നമ്മളുടെ പേരൻസ് നമ്മളോട് ദേഷ്യവും സങ്കടവും ഒരു വികാരം സ്ട്രോങ് ആയിട്ട് വെൻ ദേ ഡിസഗ്രി വിത്ത് അസ് സംതിങ് വെരി വെരി സ്ട്രോങ്ലി, അവരുടെ ചിന്ത വേറെ അവരുടെ വികാരം വേറെ, നമുക്കുണ്ടാവുന്ന ചിന്തയും വികാരവും വേറെ ആവുമ്പം നമ്മളുടെ പേരൻസുമായിട്ട് നമുക്കൊരു ഡിസ്കണക്ഷൻ വരും. അപ്പം നമ്മൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇസ് ദാറ്റ് മൈ പേരൻസ് ഡോണ്ട് ലവ് മീ എന്നാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണത്. ആൻഡ് അത് കൂടാതെ നമ്മൾ അതിലും കൂടാതെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ഐ ആം ആൻ അൺലവബിൾ ചൈൽഡ്, അല്ലെങ്കിൽ ഞാൻ ഒരു ചീത്ത കുട്ടിയാണ്, ഞാനൊരു
യൂസ്ലെസ് ചൈൽഡാണ്, ഐ ആം എ സ്റ്റുപ്പിഡ് ചൈൽഡ്, നമ്മളെ തന്നെ ക്രഷ് ചെയ്യാം. ചിലപ്പോൾ പേരൻസ് ദേഷ്യം പിടിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യും, യു മണ്ടൻ, പൊട്ടൻ, നീ കൊള്ളില്ലാത്തവൻ, അങ്ങനെയൊക്കെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ പേരൻസിൻ്റെ ആങ്കർ വരെ എത്തിക്കഴിയുമ്പം അവർ വളരെ ക്ലാരിറ്റിയോടെ ഈ വാക്കുകളും ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് ലിറ്റിൽ ചിൽഡ്രൻ വി വിൽ ബിലീവ് ഇറ്റ്. നമ്മൾ ബിലീവ് ചെയ്യുന്ന എന്താ, നമ്മളുടെ പേരൻസ് ഭയങ്കര ദുഷ്ട പേരൻസ് ആണ് എന്ന് നമുക്ക് ആസ് ലിറ്റിൽ ചിൽഡ്രൻ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും വി നീഡ് ദം, വി നീഡ് പേരൻസ് ആസ് ചിൽഡ്രൻ ഇല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ആ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും. വൈ? ബിക്കോസ് നമുക്ക് ആ പേരൻറ്റ് ഫിഗേഴ്സ് ഇല്ലാണ്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് അല്ല ആസ് ചിൽഡ്രൻ. സോ നമുക്ക് കണക്ഷൻ കിട്ടിയില്ലെങ്കിലും പ്രൊട്ടക്ഷൻ വേണ്ടുന്ന ഒരു പ്രായമാണ് കുട്ടിക്കാലം. അപ്പോൾ എന്ത് പറ്റും, കണക്ഷൻ കിട്ടിയില്ലെങ്കിലും ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വി വിൽ ജസ്റ്റ് ബിഗിൻ ടു അലൈൻ ഓർ ട്രൈ ആസ് മച്ച് ആസ് പോസിബിൾ ടു നോട്ട് മെസ് അപ്പ് വിത്ത് അവർ പേരൻസ് ഇമോഷൻ. അപ്പം അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളും ഒന്നും പ്രശ്നമില്ലാതെ നമ്മളുമായിട്ട് വേറെ അല്ലാതെ വയ്ക്കാനായിട്ട് നമ്മൾ ഓരോ കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് തുടങ്ങും. ഈ പഠിച്ചത് അത് ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ വഴക്കടിച്ചിട്ടായിരിക്കാം. റിമെമ്പർ ഓൾ ദിസ് 6 Fs. അതേ പാറ്റേൺസാണ് നമ്മൾ അടുത്ത ഇൻറ്റിമേറ്റ് പാർട്ട്ണർ റിലേഷൻഷിപ്പിലേക്കും കൊണ്ട് ഇതേ പാറ്റേൺസ് ഇടും. അതായത് ലൈക്ക് ഈ എക്സാം കമൻറ്റിൽ പറഞ്ഞ പോലെ I love somebody and they said they don't love me and finished. So disconnection വന്നു, which means I am a stupid girl, I am a horrible person. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് അവിടെ ഒരു ടോക്സിസിറ്റി വരുന്നത്. അല്ലാതെ അപ്പുറത്തിരിക്കുന്ന ആളൊരു ടോക്സിക് പേഴ്സണോ നമ്മളൊരു ടോക്സിക് പേഴ്സണോ ആയിട്ടല്ല. ഇതിൽ രണ്ട് പേരുടെയും കുറ്റവുമില്ല. പക്ഷേ പ്രശ്നം പറ്റുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. അത് കൂടുതൽ വഷളാവോ, അത് എസ്കലേറ്റ് ആവുമോ, അത് ഓക്കെ ആവുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ. സോ വാട്ട് ഡു യു കമ്മ്യൂണിക്കേറ്റ്? ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ആദ്യം നിങ്ങൾ രണ്ട് കൂട്ടരും അഗ്രി ചെയ്യുന്ന ഒരു കാര്യം പറയുക. അതായത് സപ്പോസ് അവർ പറയുകയാണ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വാട്ട് ആ കമൻറ്റിൽ പറഞ്ഞിരുന്നത്, ദ ഗേൾ ഹാസ് സെഡ് ഷീ ലവ്സ് the boy, but the boy has said that he doesn't love and it is just friendship. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ now the girl needs to decide what does she want to do with it, what does she think. Now she is very clear, അവിടെ ഫ്രണ്ട്ഷിപ്പാണ് പക്ഷേ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ല. അപ്പോൾ രണ്ടുപേരുടെയും തിങ്കിങ് ഡിഫറെൻ്റ് ആണ്. ആൻഡ് നൗ വാട്ട് ക്യാൻ ഐ ഡു? അത് സെയിം ആക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണമെങ്കിൽ നടത്താം. ബട്ട് ദാറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. വൈ നോട്ട്, ക്യാൻ യു കൺസിഡർ, ഇങ്ങനെയാണോ, അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഡിസഗ്രിമെൻറ്റിൽ വേണമെങ്കിൽ ഏർപ്പെടാം. Doesn't mean that there is any guarantee that he will change his mind, but you can always try, not a problem. ഫീലിങ്സ്, അതായത് യു ക്യാൻ ഫീൽ സ്റ്റിൽ ദാറ്റ് യു സ്റ്റിൽ ലവ് ഹിം. അതോ അയാൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഉടനെ നമുക്കും ഇഷ്ടമില്ലാണ്ടായോ? ഡിഡ് ആർ ഫീലിംഗ് ജസ്റ്റ് switch like that, or did we start hating the person already, that oh എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടിട്ട് പോയി, he doesn't understand me. No, he just said that he doesn't feel the same way as you feel എന്നാണെങ്കിൽ it doesn't mean that he doesn't understand you or still like you as a friend. അവിടുത്തെ കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ബി അവെയർ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മൾ ഡിസ്റെഗുലേറ്റഡ് ആവുന്നുണ്ടോ. ഇത് നോന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി, നമ്മുടെ വയറിലാകെപ്പാടെ ആളിക്കത്തുന്നു, നമുക്ക് തലവേദനിക്കുന്നു, നമ്മുടെ ബോഡി ഡിസ്റെഗുലേറ്റഡ് ആവുന്നുണ്ട് എങ്കിൽ അപ്പോൾ നമുക്ക് ഈ വികാരങ്ങളും ചിന്തകളിലും ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ഗോയിങ് ടു മച്ച്. സോ വി നോ ദറ്റ് വി നീഡ് ടു ഫസ്റ്റ് റെഗുലേറ്റ് അവർ ബോഡി. എന്നിട്ട് ഈ വികാരങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് സ്ലോലി വി ഹാവ് ടു സോർട്ട് ഔട്ട്. വാട്ട് ആം ഐ ഫീലിംഗ് എന്നുള്ളതും എന്നിട്ടാണ് വി ഗോ തിങ്ക് അബൌട്ട് സോ വാട്ട് ആം ഐ തിങ്കിങ്. ഈ ചോയ്സസും ക്ലാരിറ്റിയും കമ്മ്യൂണിക്കേഷനും ഒക്കെ തിങ്കിങ് ബ്രെയിനിലാണ് വരുന്നത്. സോ വി സ്റ്റാർട്ട് വിത്ത് ദി അഗ്രിമെൻറ്റ്. ഐ അഗ്രി ആൻഡ് ഹി അഗ്രീസ് ദാറ്റ് നൗ വി നീഡ് ടു ഡിസൈഡ് ഇനി ഫ്രണ്ട്ഷിപ്പ് തുടരാൻ പറ്റുമോ ഇല്ലയോ. ഇങ്ങനെ ഒരാൾക്ക് ഇത് വികാരം മാറിയപ്പം ക്യാൻ വി ഓർ ഷുഡ് വി കണ്ടിന്യൂ ആസ് ഫ്രണ്ട്സ്. ഈ വി എന്നുള്ള തീരുമാനം ഒന്നിച്ചാവണം എന്നില്ല. ഷീ ക്യാൻ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഓക്കെ, ഐ വിൽ കണ്ടിന്യൂ ആസ് ഫ്രണ്ട്സ്. പക്ഷേ മേ ബി ദ ബോയ് സെസ് അയ്യോ ഇനി ഇപ്പോൾ ഫ്രണ്ടായിട്ടിരിക്കാൻ പറ്റില്ല, യു ഓൾറെഡി സെഡ് ദിസ്, നൗ ഇറ്റ്സ് ഓക്വേർഡ്, സോ ലെറ്റ് us കട്ട് ഓഫ് എന്നാണോ. നൗ ദാറ്റ് ഇസ് എ കൺഫ്യൂഷൻ ഇല്ലേ. അവിടെ ഒരു കോമൺ അഗ്രിമെൻറ്റിലേക്ക് വരാൻ പറ്റിയില്ല എങ്കിൽ
each person will have to think separately first and come to what is it that I want and then come to certain agreements. ഇതിങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ദ കോണ്ടെക്സ്റ്റ് വാട്ട് ഓൾ ദേ വോണ്ട് ടു ടോക്ക് അബൌട്ട്. അപ്പോൾ ഈ ഒരു വാട്ട് ഓൾ ഡു വി അഗ്രി ഓൺ, വാട്ട് ഓൾ ഡു വി ഡിസഗ്രി ഓൺ, ഇനി മുന്നോട്ട് പോകുമ്പം എന്താണ് നമ്മൾ രണ്ടുപേരും ഓർക്കേണ്ടത്. ഇനിയും ഇങ്ങനത്തെ വികാരം വന്നു കഴിഞ്ഞാൽ, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഓക്കെ ശരി നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിയുമ്പം, സപ്പോസ് ദ ബോയ് സാധാരണ ഫ്രണ്ട്സിന് കൊടുക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ മൂവിക്ക് വിളിച്ചു. പക്ഷെ നൗ ഇഫ് ഷീ സ്റ്റാർട്ട്സ് തിങ്കിങ് ഓ മേ ബി ഹീ ലൈക്സ് മീ നൗ, ഇങ്ങനത്തെ ചിന്തകൾ അവരുടെ പ്രവൃത്തിയിൽ വരുന്നുണ്ടെങ്കിൽ, എന്നിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമില്ല, നമ്മളിങ്ങനെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ ഒരിക്കലും അയ്യോ അയാൾ നമ്മളെ പറ്റിച്ചതേ ആയിരിക്കില്ല. വി ഹാവ് ടു ക്ലാരിഫൈ ആൻഡ് വി ഹാവ് ടു ഡിസൈഡ്, do we need to go forward with this when he is very clearly communicated he is not interested. ചില ആൾക്കാർ എന്ത് ചെയ്യും, മേ ബി എന്ന് പറഞ്ഞങ്ങ് നിർത്തിക്കളയും, വിൽ കീപ്പ് അസ് ഹാങ്ങിങ് ബിക്കോസ് നമ്മളെ കൊണ്ട് ദേ ലൈക്ക് അസ്, ബിക്കോസ് നമ്മൾ ഒരുപാട് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനും താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നാൽ വളരെ സ്വീറ്റായിട്ട് നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും, എല്ലാം ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷേ കമ്മിറ്റ്മെൻറ്റ് ദേ ഹാവ് വെരി ക്ലിയർലി സെഡ് നോ. പക്ഷേ ദർ ആർ മെനി ഗേൾസ് ഹൂ get confused. What if he changes his mind? But he is very nice. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വിട്ടു പോവാതെ അവരതിലിങ്ങനെ ഒരു false sense of hope. He hasn't said anything but he is continuing to behave very sweet. അങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നമ്മളാണ് അതിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്. We are not cutting it off. ഇനി there are instances where the girl cuts off and then sometimes the guy saying so I miss you എന്ന് പറഞ്ഞു പോകുമ്പോൾ ഉടനെ the girl will think oh maybe he says, ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യും പിന്നെയും ഒന്നിച്ച് വരും, ബ്രേക്ക് ആവും പിന്നെയും ഒന്നിച്ച്. Now this pattern is what becomes toxic. ഇത് രണ്ട് പേർക്കും ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. വാട്ട് ഇസ് ഇറ്റ് ദറ്റ് ഐ വോണ്ട്, വാട്ട് ആം ഐ റിയലി ഡൂയിങ്, അതെനിക്ക് ക്ലാരിറ്റി ഉണ്ടോ, എനിക്ക് ക്ലാരിറ്റി കിട്ടിയത് ഞാൻ അപ്പുറത്തെ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ആൻഡ് മൈ സൈലൻസസ്, ഹൗ ഇസ് ഇറ്റ് എഫക്റ്റിംഗ് ദി അതർ പേഴ്സൺ, അതെനിക്ക് വ്യക്തമായ ധാരണയുണ്ടോ. ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഈ എംപത്തി എന്ന് പറയുന്നത് മറ്റൊരാളുടെ വികാരം മനസ്സിലാവുന്നതല്ല എംപത്തി. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് എംപത്തിയാണ്. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ട്സ് വിത്ത് ഡു ഐ റിയലി അണ്ടർസ്റ്റാൻഡ് my thoughts, my feelings and is it connected to my words and my actions. എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും മാച്ച് ആവുന്നുണ്ടോ. ഇതിൽ തന്നെ ഡിസ്കണക്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെയർ ദ ടോക്സിസിറ്റി സ്റ്റാർട്ട്സ്. അത് കഴിയുമ്പോഴാണ് അപ്പുറത്തെ ഒരാളിലേക്കോ വ്യക്തിയിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ അത് പോകുന്നത്. സോ ഫസ്റ്റ് ഈസ് ലേണിംഗ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. അതിന് വേണ്ടത് വി ഹാവ് ടു റിയലി, നമുക്ക് അതിനൊരു എക്സസൈസ് ഉണ്ട് where we actually write what am I thinking, I think, write every statement with I think വെച്ചിട്ട് തുടങ്ങുക ആ ഒരു സെൻറ്റൻസ്. എന്നിട്ട് ആ വ്യക്തിയെ പറ്റി ആലോചിക്കുക, എന്നിട്ട് I think and complete the sentence, one sentence about that person. അങ്ങനെ എത്ര ഐ തിങ്സ് വേണമെങ്കിൽ എഴുതുക, കീപ്പിംഗ് ദാറ്റ് പേഴ്സൺ ഇൻ മൈൻഡ്. എന്നിട്ട് ഐ ഫീൽ എന്നുള്ളത് എൻ്റെ വികാരങ്ങൾ എഴുതുമ്പോൾ ഒരു ഒറ്റ വാക്ക്, ഐ ഫീൽ ആങ്ഷ്യസ് ഓർ ഐ ഫീൽ ലവ്ഡ് ഓർ ഐ ഫീൽ സപ്പോർട്ടഡ് ഓർ ഐ ഫീൽ ഇറിറ്റേറ്റഡ് ആംഗ്രി വാട്ട് എവർ എനിത്തിങ്. എന്നിട്ട് ഈ ചിന്തകളും വികാരങ്ങളും ഒക്കെ ആയി കഴിഞ്ഞിട്ട് then we will need to sit and engage. Okay, I think like this. Okay, so what do I want to do? Padika we have to come to slowly accept our thoughts and feelings, validate it. acceptanceും വാലിഡേഷനിൽ ഇരിക്കണ്ടേ. ആ ചിന്തകളും വികാരങ്ങളും അവിടെ പാർക്ക് ചെയ്ത് അതിനെ നമ്മൾ തന്നെ നോക്കി അത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ഇതൊക്കെയാണ്. ഇത് ഡിസ്കംഫർട്ടിങ് പ്രോസസ്സാണ് നമ്മുടെ തന്നെ ചിന്തയും വികാരമായിട്ട് ഇരിക്കാനായിട്ട്. എന്നിട്ടാണ് പതുക്കെ വി ഹാവ് ടു ഓപ്പൺ ദ ഡയലോഗ് വിത്ത് ആർ സെൽസ്. റിമെമ്പർ ദി അവോയ്ഡ്. അത് നമ്മളുടെ അടുത്ത് കോൺവെർസേഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ എന്താണ്, വൈ ആം ഐ സ്റ്റേയിങ് സ്റ്റക്ക് ഇൻ ദിസ്, എന്താ ഞാനിതിൽ കാണുന്നത്, എന്തിനാണ് ഞാനിതിൽ പിന്നെയും തിരിച്ച് അതേ റിലേഷൻഷിപ്പിലേക്ക് ഓടി പോകുന്ന, ഇത്രയും ഹേർട്ടായിട്ടും പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ. ഫസ്റ്റ് ടച്ച് ബേസ് വിത്ത് യുവർ സെൽഫ് ബിഫോർ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ പേഴ്സൺ. മിക്കവാറും ടോക്സിക് റിലേഷൻഷിപ്പിൽ പറ്റുന്നത് അവരെ അങ്ങ് നമ്മൾ
അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അവർ പക്ഷെ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അവർക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായതുകൊണ്ടല്ലേ, അവർക്ക് ഇങ്ങനെ അവരുടെ ജോലി പോയോണ്ടല്ലേ അവർക്ക് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അവർ വാട്ട് എവർ യു ട്രൈ ടു ജസ്റ്റിഫൈ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പ്ലെയിൻ ഓൾ ദെയർ ബിഹേവിയേഴ്സ്. ആൻഡ് നമ്മൾ ഇപ്പോൾ അവർ നമ്മളുടെ മുമ്പിൽ കാണിച്ച് തരുന്നതിനെ കൂട്ടാക്കാതെ അവരെങ്ങനെ ആയിരിക്കാമോ എന്നുള്ളൊരു ഇമേജ് ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് എത്തുമായിരിക്കും എന്നുള്ള, ദാറ്റ് ബിക്കംസ് ദ പേഴ്സൺ യു ലവ്, നോട്ട് ദ വൺ ദറ്റ് യു സീ ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോഴാണ് നമ്മൾ അതിൽ തന്നെ പെട്ടുപോയി ഈ ടോക്സിക് റിലേഷൻഷിപ്പിലോ പെട്ടുപോകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ പെട്ടുപോകുന്നത്? ഇറ്റ്സ് നോട്ട് എ ചോയ്സ് ദറ്റ് ദേ ആർ മേക്കിംഗ്. ചോയ്സിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ആ ചോയ്സിലേക്ക് എത്താത്തത്? ബിക്കോസ് അതിന് മുമ്പുള്ള സ്റ്റെപ്സ് ഒന്നും നടക്കുന്നില്ല, അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല, അവെയർനെസ് വരെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. അക്സെപ്റ്റൻസും വാലിഡേഷൻ ഓഫ് അവനവൻ്റെ ചിന്തകളും വികാരങ്ങളും വെച്ച് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് വേറൊരാളുടെ ചിന്തയും വികാരവും അക്സെപ്റ്റും അക്നോളജും ചെയ്യുന്നത്? അത് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഒന്നും കണക്കാക്കാതെ വേറൊരാളുടെ മാത്രം അക്സെപ്റ്റും വാലിഡേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് ഫോണിങ് ഓർ പീപ്പിൾ പ്ലീസിങ് ഓർ സംടൈംസ് ഇൻ ലാർജർ ഇഷ്യൂസ്. വളരെ വളരെ ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്നും പറയും. ബിക്കോസ് നമുക്ക് അറ്റാച്ച്മെൻറ്റ് വിട്ടു കൊടുക്കാനേ വയ്യ. കിട്ടുന്നത് തരി ഒക്കെ കിട്ടുന്നത് നമുക്ക് മതി. ബിക്കോസ് അതും കൂടെ ഇല്ലാതായാലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒറ്റപ്പെടൂലേ? ഒറ്റപ്പെടുന്നത് എന്തുമായിട്ടോ ഒറ്റപ്പെടുന്നത്? നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളുമായിട്ട് നമ്മൾ ഒറ്റപ്പെടും. അത് വേറെ ആരെടുത്തും പറയാനില്ല. വൈ? ബിക്കോസ് നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമുക്ക് തന്നെ ത്രെറ്റായിട്ട് നമ്മുടെ ബോഡി കണക്കാക്കുമ്പോഴാണ് നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ പറ്റാതെയാവും. വി സ്റ്റാർട്ട് ഫീലിംഗ് ലോൺലി. ബീയിങ് അലോൺ ഇസ് നോട്ട് ലോൺലി. പക്ഷേ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം തനിച്ച് അവനവൻ്റെ കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ നോട്ട് ഏബിൾ ടു ജസ്റ്റ് സിറ്റ് വിത്ത് അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഒന്നുകിൽ നമുക്ക് ഫോൺ എടുത്ത് നോക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സോ ആമസോണോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്ക് കള്ളു കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇല്ലാതെ ജസ്റ്റ് സിറ്റിംഗ് ലൈക്ക് ദിസ് ആൻഡ് ഡൂയിങ് നത്തിങ്. ഇഫ് ദാറ്റ് ഈസ് ഡിഫിക്കൾട്ട്, വിച്ച് മീൻസ് നമ്മൾക്ക് നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും തന്നെ നമുക്കൊരു ത്രെട്ടാണെന്നാണ് അർത്ഥം. സോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ടോക്സിക് സൈൻ വിതിൻ യുവർ സെൽഫ്. നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ തന്നെ സൈലൻസ് നമ്മളുടെ തന്നെ പറ്റാതെ വരുമ്പം ബാക്കിയുള്ളവരുടെയൊക്കെ കൂടെ നമ്മുടെ ആയിട്ട് വരുമ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ നിയന്ത്രണത്തിൽ പെട്ടുപോകും. ടോക്സിക് റിലേഷൻഷിപ്പിൽ നമ്മൾ പോവും എന്നല്ല, ഓൾറെഡി ആണ്. ഇഫ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു നൗ. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് ദ കമൻറ്റ് വെയർ ഇങ്ങനെ വരുമ്പം കുറ്റപ്പെടുത്തുന്നല്ല രണ്ടുപേരെയും, പക്ഷെ രണ്ടു പേർക്കും ആ കമ്മ്യൂണിക്കേഷനിലേക്ക് അഗ്രിമെൻറ്റ്സിൽ വരണം. എന്തൊക്കെയാണ് നമ്മൾ ഡിസഗ്രി ചെയ്യണമെന്ന് വരണം. എന്നിട്ട് പതുക്കെ വി ഹാവ് ടു ചൂസ്. സോ വാട്ട് ഇസ് ഇറ്റ് ഐ വോണ്ട്? അത് രണ്ടുപേരുടെയും സെപ്പറേറ്റ് തീരുമാനങ്ങളാണ്. അത് അഗൈൻ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ കോണ്ടെക്സ്റ്റ് ആൻഡ് വാട്ട് ആൻസേഴ്സ് ഈച്ച് വൺ കംസ് അപ്പ് വിത്ത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പേ സ്വയമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? What do I want to do? He said he doesn't like me, or she said she doesn't like me. Now what? എനിക്ക് ചാവണമെങ്കിൽ ഈ ഒരാളായിരുന്നു എൻ്റെ ഫുൾ ലൈഫ് ഡിസൈഡ് ചെയ്യണത്, ഓർ അവരെ കൊല്ലണോ? അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ വി ഹാവ് ടു സ്ലോ ഡൗൺ. ഈ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അർത്ഥം ഇതിന് മുമ്പേ നമ്മളുടെ ഉള്ളിൽ ടോക്സിക് ഇത് നേച്ചർ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ടോക്സിസിറ്റി എപ്പോഴാണ് വരുന്നത്? ഇതെല്ലാം ഡിസഗ്രി ചെയ്യുക, ചിന്തിക്കുന്നതല്ല, നമ്മൾക്ക് വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ദാറ്റ് ഈസ് വെയർ ഇറ്റ് സ്റ്റാർട്ടഡ്. ഇറ്റ് ഡിഡ്ന്റ് സ്റ്റാർട്ട് വിത്ത് ദി അതർ പേഴ്സൺ. അപ്പോൾ ഹീലിംഗ് തുടങ്ങുന്നത് ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് വിത്ത് us, we being aware of what is happening to me because of the other person. എനിക്കെന്താ സംഭവിക്കുന്നത്? അപ്പം that is something which I need to be more focused on. Okay, now how എന്നുള്ളതിലേക്ക് we can go more into. ബട്ട് ഒരു കാര്യം ഞാൻ എപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്നത്, ലൈക്ക് ഐ സെഡ്, ദിസ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡിൽ പ്രിഡോമിനൻ്റ്ലി അക്കാഡമിക്സിലാണ് ഇത് തുടങ്ങുന്നത്. അക്കാഡമിക്കിലെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഡിസിപ്ലിൻ, ചിട്ട, റുട്ടീനും പഠിപ്പിക്കുന്നതിൽ വെച്ചിട്ടാണ് ഈ പേരൻസിൻ്റെ വികാരങ്ങൾ ആദ്യം കുട്ടികൾ കണ്ടു തുടങ്ങുന്നത്. ഈതർ വിത്ത് അക്കാഡമിക്സ് ഓർ വിത്ത് ഡെയിലി റുട്ടീൻ ലൈക്ക് ഈറ്റിംഗ്, ബ്രഷിങ്, ബേതിങ്. അവിടെയാണ് പേരൻസിൻ്റെ വികാരം കുട്ടികൾ കാണുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ദെയർ ഇസ് ഡിസിസീവ്. അതിനെക്കുറിച്ച് we can talk about in the next session using the same
acronyms of avoid and arch and everything else. Okay, thank you so much, and like, share, and subscribe. Yeah, bye.